AD 1500 കാലഘട്ടത്തിൽ വെളിയങ്കോട് ജീവിച്ചിരുന്ന മാനാത്ത് വീട്ടിൽ അബ്ദുള്ള എന്നവർ തികഞ്ഞ ഭക്തി കൊണ്ടും സഹജീവികളോടുള്ള കാരുണ്യം കൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രശസ്തനായിരുന്നു. തനിക്കൊരു സന്താന സൗഭാഗ്യമില്ലാത്തത് അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം അതിൽ ദുഃഖിതനായിരുന്നു. സദാസമയവും സന്താന സൗഭാഗ്യത്തിനായി അദ്ദേഹം പ്രാർത്ഥനാനിരതനായി ജീവിച്ചു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഫലം കണ്ടു. സുന്ദരനായ ഒരാൺകുഞ്ഞിനെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് സമ്മാനിച്ചു. സാമൂതിരി രാജാവിൻ്റെ സേനാധിപതികളും വീരശൂര പ്രതിഭകളുമായ കുഞ്ഞാലി മരക്കാർമാരുടെ ഖ്യാതി നാടെങ്ങും വ്യാപിച്ചതുകൊണ്ടായിരിക്കാം ദമ്പതികൾ തങ്ങളുടെ പൊന്നോമന പുത്രനെ കുഞ്ഞിമരക്കാർ എന്ന് പേര് ചൊല്ലി വിളിച്ചത്. തങ്ങളുടെ പൊന്നോമന പുത്രൻ 7 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹൃദിസ്ഥമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആയോധന കലയിൽ മികവുറ്റ പരിജ്ഞാനവും അദ്ദേഹം സ്വായത്തമാക്കി. അബ്ദുള്ളയും ഭാര്യയും അതീവ വാത്സല്യത്തോടെയാണ് തങ്ങളുടെ കുഞ്ഞിനെ വളർത്തിയത്. കുഞ്ഞിമരക്കാരന് 10 വയസ്സ് പൂർത്തിയായപ്പോഴേക്കും പിതാവ് അബ്ദുള്ള ഇഹലോകവാസം വെടിഞ്ഞു. സഫീനത്തുൽ ഇസ്ലാം കുഞ്ഞിമരക്കാർ ഷഹീദിൻ്റെ ചരിത്രം വിശദമാക്കുന്ന മാലപ്പാട്ട് നമുക്കിങ്ങനെ വായിക്കാം. ബലിയോനിലേറ്റവും ഇബാദത്തായുള്ളവരും ഭംഗീശം പേരും ശൂഹറത്തുള്ളവർ തനമയാട്ടോർക്ക് ബോധിയപ്പെട്ടോരും മുഖ്യ മുതലായുള്ളവർ പലരെയിലും കാരുണരായോർ പറയുന്നവർക്ക് സന്താനങ്ങളില്ലാതോ അതിനാലേ ഖേദം ഉളവിൽ സദാ നേരം അല്ലാഹുവോടേറ്റം ദുആനേയിരുന്നോ ഖുദ്റത്തോടെയോൻ ദുആനെ ഖബൂലാക്കി ഗുണമുള്ള ഏക മകനെ കൊടുത്തോർ മുതുവീന്ന് നീങ്ങി സൗജത്തിൽ ഹംലുണ്ടായി മുന്തിയ മോനെ തികഞ്ഞ് പിറന്നോ കണ്ടാരേ കുഞ്ഞിമരക്കാരെന്ന് നാമം വിളിത്തോ സന്തോഷത്തിൽ പോറ്റി വളർത്തിയേ 7 വയസ്സിൽ ഖുർആൻ പാടിത്തോ പുന്നരത്തിൽ ഉമ്മയും ബാവയും ചെറുപ്പത്തിൽ യുദ്ധ പഠിപ്പിൽ തെളിന്തോർ അറ്റക്കനിമോനിൽ ഉമർപത്ത് ആയാരെ ഉള്ളേശപ്പെട്ട പിതാവ് മൗത്തായോർ. ബാക്കി ചരിത്രവുമായി വീണ്ടും വരാം.